നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. ജെൻഡർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ബ്ലോക്കിന്റെ പേര് തിയറൈസിംഗ് ജെൻഡർ എന്നാണ്. ജെൻഡർ ആസ് എ ടൂൾ ഓഫ് അനാലിസിസ് എന്നാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിന്റെ പേര്. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ഈ ജെൻഡർ എന്ന ഒരു കോൺസെപ്റ്റ് അത് ചരിത്ര രചനയിൽ എങ്ങനെയാണ് സഹായകമാകുന്നത് എന്ന കാര്യമാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം, ചരിത്രത്തില് എന്നും ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളതൊക്കെ തന്നെ സമൂഹത്തിലെ ഉന്നതരായിട്ടുള്ള ഉപരിവർഗത്തിന്റെ ചരിത്രം മാത്രമാണ്. എന്നാൽ ചരിത്രത്തിന്റെ പിന്നാമ്പുറങ്ങളിലുള്ള ഒരു വിഭാഗമുണ്ട്, അല്ലെ? സ്ത്രീകളും അധകൃതരുമായിട്ടുള്ള പാർശ്വവൽകൃതരായിട്ടുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. ഇവരുടെ ചരിത്രമൊന്നും ചരിത്രത്തില് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചരിത്ര പഠനത്തില് ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റിന് പ്രാധാന്യം വരുന്നത് ഏകദേശം 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിലാണ് ചരിത്ര രചനയിൽ ജെൻഡർ എന്ന കോൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പൊ എന്താണ് ജെൻഡർ? നമ്മൾ ഒരു ധാരാളമായിട്ട് കേട്ട് പരിചയിച്ച വേർഡ്സ് ആണ് സെക്സ്, ജെൻഡർ എന്നതൊക്കെ. അപ്പൊ സെക്സ് എന്നത് അത് ജൈവികമായിട്ടുള്ള ഒരു വ്യത്യാസത്തെ കാണിക്കുന്ന ഒരു പദമാണ്. സെക്സ് എന്ന് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള വ്യത്യാസങ്ങൾ, ബയോളജിക്കൽ ആസ്പെക്റ്റ് ആണ് അവിടെ എടുത്തു കാണിക്കുന്നത്. എന്നാൽ ജെൻഡർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വ്യത്യാസത്തെയാണ്. ഇപ്പോ സമൂഹം സ്ത്രീക്കും പുരുഷനും കൽപ്പിച്ച് നൽകിയിരിക്കുന്ന നിർണയിച്ചിരിക്കുന്ന ചുമതലകള്, സ്വഭാവങ്ങള്, അവകാശങ്ങള്, ഇതിനെയൊക്കെയാണ് ജെൻഡർ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ജെൻഡർ ഒരു സാമൂഹികവും സാംസ്കാരികവുമായിട്ട് രൂപപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ്. ജെൻഡർ എന്നത് ചരിത്ര വിശകലനത്തിൽ എങ്ങനെയാണ് ഒരു ഉപകരണമാകുന്നത്, ഒരു ടൂൾ ആകുന്നത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അപ്പൊ അത് ഒന്നാമത്തെ ഉപയോഗം എന്ന് പറയുന്നത് അത് സ്ത്രീകളുടെ ചരിത്രത്തെ ദൃശ്യമാക്കുന്നു എന്നുള്ളതാണ്. പരമ്പരാഗത ചരിത്രത്തില് സ്ത്രീകളുടെ സംഭാവനകൾ പലപ്പോഴും പരിഗണിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ ജെൻഡർ സ്റ്റഡീസിൽ സ്ത്രീകളുടെ പങ്ക് ചരിത്രത്തിന് എത്രമാത്രം പ്രയോജനകരമായിരുന്നു, അല്ലെങ്കിൽ ചരിത്രത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്നു. ഇനി അധികാര ബന്ധങ്ങൾ മനസ്സിലാക്കാനായിട്ട് അത് സഹായിക്കുന്നുണ്ട്. കുടുംബത്തിലും സമൂഹത്തിലും ഒക്കെ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഒക്കെ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ രൂപപ്പെട്ടത് എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് അത് പഠനവിധേയമാക്കുന്നുണ്ട്. ഇനി സാമൂഹിക മാറ്റങ്ങളെ വിശദീകരിക്കാനായിട്ട് ജെൻഡർ സ്റ്റഡീസ് സഹായകമാകുന്നുണ്ട്. കുടുംബം, വിവാഹം, സ്വത്തവകാശം തുടങ്ങിയ കാര്യങ്ങൾ, അതിന്റെ എലമെന്റ്സ് ഒക്കെ തന്നെ ഇവിടെ പഠനത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അധകൃതരായിട്ടുള്ള അല്ലെങ്കിൽ പാർശ്വവൽകൃതരായിട്ടുള്ള അവഗണിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ചരിത്രത്തെയൊക്കെ ചരിത്രത്തിന്റെ മുഖ്യ ധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റ് സഹായിക്കുന്നുണ്ട്. നിയമങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വിലയിരുത്താനും ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റ് സഹായകമാണ്. ഇനി നമുക്ക് ഇന്ത്യയിലെ ചരിത്രപരമായിട്ട് ഇന്ത്യയിലെ ഈ ജെൻഡർ എന്ന കോൺസെപ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്ന് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് പ്രാചീന ഇന്ത്യയില് ഇപ്പൊ വേദകാലഘട്ടവും അല്ലെങ്കിൽ വേദകാലത്തിന്റെ ആരംഭത്തിന് തൊട്ട് മുൻപ് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഒക്കെ ഒരു കാലമുണ്ട്. ദ്രാവിഡ വിഭാഗത്തിന്റെ ജനതയുടെ ഒരു വളരെ ഉന്നതമായിട്ടുള്ള ഒരു സംസ്കാരം നിലവിലുണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരു ജെൻഡർ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ തുല്യമായിട്ടുള്ള പദവി സമൂഹത്തിൽ വഹിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലത്ത് രൂപപ്പെട്ട പദമാണ് ദമ്പതി എന്ന പദം. ഇന്നും നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണല്ലോ ദമ്പതി, ദാമ്പത്യം തുടങ്ങിയ കാര്യങ്ങൾ. എന്താണ് ഈ ദമ്പതി എന്ന് വെച്ചാല് പങ്കാളികള്, സ്ത്രീയെന്നോ പുരുഷനോ വ്യത്യാസമില്ലാതെ പങ്കാളികളുടെ പാരസ്പര്യം, അവർക്ക് ആ ഒരു പാരസ്പര്യത്തെ, രണ്ടിന്റെയും പ്രാധാന്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ദമ്പതി എന്ന പദം. അപ്പോ ഒരു പൂജാകർമ്മമൊക്കെ അത് ഫലവത്താവണമെങ്കിൽ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് അതിൽ പങ്കെടുത്താൽ മാത്രമാണ് അത്തരം യാഗാദി കർമ്മങ്ങൾക്കൊക്കെ ഫലപ്രാപ്തി ഉണ്ടാകൂ എന്ന് വരെ വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോ ഇത് നമ്മൾ എടുത്തു പറയേണ്ട സാഹചര്യം, പിൽക്കാലത്ത് ഈ കഥകളൊക്കെ അങ്ങ് മാറി മറിഞ്ഞു. സ്ത്രീകള് അല്ലെങ്കിൽ ഭാര്യ യാഗത്തിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫലപ്രാപ്തി ഉണ്ടാകില്ല എന്ന് പറയുന്ന ഒരു കാലത്തിലേക്ക് പിന്നെ അത് മാറി. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ എടുത്തു പറയേണ്ട സാഹചര്യം വരുന്നത്. ഇനി ഈ
ആര്യന്മാരുടെ ഒരു ആഗമനം ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് ഉണ്ടായി അല്ലെ. ഹാരപ്പൻ സിവിലൈസേഷനെയൊക്കെ തച്ച് തകർത്തുകൊണ്ട് ആര്യന്മാരുടെ ഇൻവേഷൻ ഉണ്ടായി. ഈ ആര്യന്മാരുടെ ആ ഒരു വരവ് എന്ന് വെച്ചാൽ വേദകാലഘട്ടത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ഈ സ്ത്രീക്ക് നല്ല ഒരു പ്രാധാന്യം സമൂഹത്തിൽ ഉണ്ടായിരുന്നു, പുരുഷനെ പോലെ തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് ഇത് കുറഞ്ഞു വന്നു, അവരുടെ പദവി കുറഞ്ഞു വന്നു. ബ്രാഹ്മണിക്കൽ ഹേജ്മനിയുടെ ഒക്കെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്കാലത്ത് സ്ത്രീകളുടെ സാമൂഹിക സ്ഥാനം താഴ്ന്നു വന്നു. ഇനി മധ്യകാല ഇന്ത്യയിലാകട്ടെ കൂടുതൽ സ്ത്രീകളുടെ ഏറ്റവും കഷ്ടകാലം സ്ത്രീകൾ അനുഭവിച്ച ഘട്ടമാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. പൗർത്ത സിസ്റ്റം, ശൈശവ വിവാഹം, സതി, അതുപോലെ വിധവകളുടെ ഏറ്റവും പത്തറ്റിക് കണ്ടീഷൻ ഒക്കെ ഉണ്ടാകുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ മെച്ചപ്പെട്ട ഒരു കാലമായിട്ട് നമുക്ക് പറയാം. പാശ്ചാത്യ ചിന്തകളുടെയൊക്കെ ആ ഒരു സ്വാധീനത്താല് ഇത്തരം സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ ഒരു സജീവമായി വന്ന ഒരു കാലഘട്ടം കൂടിയാണ് കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് അതുവരെ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളെയൊക്കെ പുറത്തു കൊണ്ടുവരികയും അത് തിന്മയാണ് എന്ന് അത് ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു കാര്യം. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ രാജാറാം മോഹൻ റോയും ഈശ്വർ ചന്ദ്ര വിദ്യാസാഗറിനെയൊക്കെ പോലെയുള്ള പരിഷ്കർത്താക്കളുടെ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കൊളോണിയൽ കാലഘട്ടം എന്ന് പറയുന്നത്. സോ ഈ ഘട്ടത്തില് സ്ത്രീകളുടെ പൊസിഷൻ വളരെയേറെ മെച്ചപ്പെട്ട് വന്നു. സതി നിരോധനം, വിധവാ വിവാഹ നിയമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഷ്കരണ കാലഘട്ടമൊക്കെ നിലവിൽ വന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് നമുക്ക് ഭരണഘടനാപരമായിട്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്ത്രീക്കും പുരുഷനും ഒക്കെ സമത്വം ഉറപ്പു നൽകി. വിദ്യാഭ്യാസം, തൊഴിൽ, രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലൊക്കെ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടമാണ് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും ഭരണഘടനാപരമായിട്ട് തന്നെ സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സമൂഹത്തില് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സാമൂഹിക യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്കെല്ലാം അറിയാം അല്ലെ. ഇന്നും സ്ത്രീകള് കടുത്ത വിവേചനങ്ങൾക്ക് പാത്രമാവുകയും പലതരത്തിലുള്ള ചൂഷണങ്ങൾക്ക്, തൊഴിലിടങ്ങളിലാവട്ടെ വീടുകളിൽ വെച്ചാവട്ടെ ഒക്കെ ചൂഷണങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യുന്ന സംഭവങ്ങളൊക്കെ വളരെ നിത്യസംഭവങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ മനസ്സിൽ കാണണം. ഇനി എന്താണ് ഈ ജെൻഡർ പഠനത്തിന്റെ പ്രാധാന്യം എന്നാണ് നമ്മൾ നോക്കുന്നത്. അതായത് ചരിത്രത്തെ വളരെ സമഗ്രമായിട്ട് മനസ്സിലാക്കാനും സ്ത്രീകളുടെ സംഭാവനകളെ അംഗീകരിക്കാനും ഒക്കെ ഈ ജെൻഡർ സ്റ്റഡീസ് സഹായകമാകുന്നുണ്ട്. അതുപോലെ സാമൂഹ്യ സമത്വം, തുല്യനീതി, സാമൂഹ്യ നീതി ഉറപ്പുവരുത്താനും എല്ലാം നമുക്ക് ജെൻഡർ സ്റ്റഡീസ് സഹായകമാണ്. കൂടാതെ അധികാര ഘടനകളെ വിമർശനാത്മകമായിട്ട് വിലയിരുത്താൻ ഈ ജെൻഡർ സ്റ്റഡീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ചരിത്രത്തിലെ നിശബ്ദരായിട്ടുള്ള വിഭാഗങ്ങളുടെ ശബ്ദം ഉയർത്തി കാണിക്കാനും ഇത് ഈ ജെൻഡർ സ്റ്റഡീസ് സഹായകമാണ്. ഇനി നമ്മൾ ഈ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ചില ചരിത്രകാരന്മാരുടെ പേരുകൾ കൂടി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് ജോവാനസ് സ്കോട്ട് എന്ന് പറയുന്ന ചരിത്രകാരൻ. ഇദ്ദേഹം ജെൻഡറിനെ കുറിച്ചുള്ള ചരിത്ര വിശകലനത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ജോവാൻ ഡബ്ല്യു സ്കോട്ട്. അതുപോലെ ജേർഡ ലേണ്ടർ ആണ് മറ്റൊരാള്. സ്ത്രീകളുടെ ചരിത്ര പഠനത്തിന് വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. ഉമാ ചക്രവർത്തിയാണ് ഒരു ഇന്ത്യൻ സമൂഹത്തിലെ ജെൻഡർ, ജാതി തുടങ്ങിയ പുരുഷാധിപത്യം ഇതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് ഉമാ ചക്രവർത്തി. അതുപോലെ തന്നെ കുങ്കും റോയിയാണ് മറ്റൊരു പ്രധാന വ്യക്തിത്വം എന്ന് പറയുന്നത്. പ്രാചീന ഇന്ത്യൻ സമൂഹത്തില് സ്ത്രീകളുടെ സ്ഥാനത്തെ കുറിച്ച് ഉള്ള ചർച്ചകള്, പഠനങ്ങള് ഇവരുടെ വകയായിട്ടുണ്ട്. കുങ്കും റോയ്. ഇനി ജെൻഡർ എന്നത് പറയുന്നത് സ്ത്രീകളെ മാത്രം പഠിക്കുന്ന ഒരു വിഷയമാണെന്ന് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. സൊസൈറ്റിയില് സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെയാണ് ഈ സ്ത്രീ പുരുഷൻ എന്ന റോളുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പഠന വിധേയമാക്കുന്നത്. ഇനി നമ്മള് പ്രധാനപ്പെട്ട മറ്റു രണ്ട് കോൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ജെൻഡർ റോള് എന്നതാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജെൻഡർ എന്നത് സ്ത്രീക്കും പുരുഷന്മാർക്കും സമൂഹം നൽകുന്ന പദവികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ടേം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ജെൻഡർ റോള് സമൂഹം സ്ത്രീകളും പുരുഷന്മാരും എങ്ങനെ പെരുമാറണം, എന്തൊക്കെ ജോലികൾ ചെയ്യണം, അവരെന്ത് വസ്ത്രം ധരിക്കണം, അവരിൽ നിന്ന് എന്താണ് സൊസൈറ്റി എക്സ്പെക്ട് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെയാണ് നമ്മൾ
ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഒരു വീടാണെങ്കിൽ ആ വീട്ടില് സ്ത്രീയുടെ റോൾ എന്താണ്, പുരുഷന്റെ റോൾ എന്താണ് എന്നതിനെ കുറിച്ച് ഒരു അലിഖിതമായിട്ടുള്ള ഒരു സോഷ്യൽ റൂള് അവിടെയുണ്ട്. അതിനെയാണ് നമ്മൾ ജെൻഡർ റോൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് ഒരു ജൈവികമായിട്ടുള്ള ഒരു കാര്യമല്ല, ജസ്റ്റ് ഒരു സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട് മാത്രമാണ് ഇത് വരുന്നത്. എക്സാമ്പിൾ പറഞ്ഞാല് സ്ത്രീകൾ വീട്ടുജോലികൾ ചെയ്യുന്നു എന്നൊരു ധാരണ, പുരുഷന്മാര് മറ്റു സാമ്പത്തിക പരിപാടികളിൽ ഏർപ്പെടുന്നു എന്നുള്ള ഒരു ധാരണ, കുടുംബത്തിന്റെ സാമ്പത്തിക ഉത്തരവാദിത്വം പുരുഷനാണ് ഏറ്റെടുക്കുന്നത് എന്നൊരു പ്രതീക്ഷ, ഇതിനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജെൻഡർ റോള് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആൺകുട്ടികള് കരയാൻ പാടില്ല എന്നൊരു കോൺസെപ്റ്റ് അല്ലേ, ആൺകുട്ടികൾ കരയരുത്, അതുപോലെ പെൺകുട്ടികൾ വളരെ ശാന്തരും അതുപോലെ വിനയ സ്വഭാവമുള്ളവരും ഒക്കെ ആകണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ. അപ്പൊ ഇതൊക്കെ എന്താണ്, ഇത് നമ്മുടെ സൊസൈറ്റി പറയുന്ന അനുശാസിക്കുന്ന ചില സോഷ്യൽ റോളുകളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഈ സോഷ്യൽ റോളിന്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാല് സമൂഹം നിർമ്മിക്കുന്ന ഒരു സോഷ്യലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. ഇത് കാലികമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും അല്ലെ, കാലത്തിനനുസരിച്ചിട്ട് സമൂഹത്തിൽ ഇതിലെ ജെൻഡർ റോളുകളിൽ എന്തായാലും മാറ്റങ്ങൾ വരും. ഒരു 30 വർഷം മുൻപത്തെ സോഷ്യൽ റോൾ അല്ല ഇന്നത്തെ സോഷ്യൽ റോൾ എന്ന് പറയുന്നത് അല്ലെ. സ്ത്രീകൾ കുറെ കൂടി സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡന്റ് ആവുകയും അവർക്ക് കൂടുതൽ പുറത്ത് ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ സ്വാധീനം, ഇങ്ങനെ പല വിദ്യാഭ്യാസത്തിന്റെ സ്വാധീനം, ഇതുകൊണ്ടൊക്കെ തന്നെ സോഷ്യൽ റോളില് ജെൻഡർ റോളില് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലത്തിനനുസരിച്ചിട്ട് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒന്ന് തന്നെയാണ് ജെൻഡർ റോൾ എന്ന് പറയുന്നത്. ഇനി ഓരോ സംസ്കാരവും ഡിഫറെന്റ് ആണ്. ഇപ്പൊ പാശ്ചാത്യരുടെ സംസ്കാരമല്ല ഈസ്റ്റേൺ കൺട്രീസിലുള്ള ആളുകളുടെ സംസ്കാരം എന്ന് പറയുന്നത്. അതിനനുസരിച്ചിട്ട് ജെൻഡർ റോളിലും ഈ ഒരു വ്യത്യാസം പ്രകടമായിട്ട് വരുന്നുണ്ട്. സ്ത്രീ പുരുഷ അസമത്വങ്ങൾക്ക് ഈ ജെൻഡർ റോള് കാരണമാകുന്നുണ്ട്. എന്തായാലും വിദ്യാഭ്യാസവും സാമൂഹിക മാറ്റവും ഒക്കെ ഈ ജെൻഡർ റോളുകളെ മാറ്റിമറിക്കാൻ കഴിവുള്ളതാണ് എന്നത് ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കുന്നത് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന പ്രധാനപ്പെട്ട ഒരു വേർഡാണ്. അപ്പൊ കുട്ടികള് ജനനം മുതല് സമൂഹത്തില് സ്ത്രീയോ പുരുഷനോ എന്ന നിലയിൽ എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രക്രിയ അല്ലെ, സ്വയം നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു പ്രക്രിയ, അതിനെയാണ് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടിയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്ന് ആ കുട്ടി, ഒരു ആൺകുട്ടി എന്ന നിലയിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഈ സോഷ്യലൈസേഷൻ എന്ന ടേം നമ്മൾ സോഷ്യോളജിയിൽ ധാരാളം പഠിച്ചിട്ടുണ്ട്. സോഷ്യോളജി എങ്ങനെയാണ് സോഷ്യലൈസേഷൻ ഉണ്ടാകുന്നത്, സോഷ്യലൈസേഷന്റെ വിവിധ ഏജൻസികൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ജെൻഡർ വേർഷൻ, അതായത് ആണ് എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കണം, പെണ്ണ് എന്ന നിലയിൽ ഞാൻ എങ്ങനെ ജീവിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ജെൻഡർ സോഷ്യലൈസേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ജെൻഡർ സോഷ്യലൈസേഷനുള്ള പ്രധാനപ്പെട്ട ഏജൻസികൾ എന്ന് പറഞ്ഞാൽ കുടുംബം തന്നെയാണ് ആദ്യത്തേത്. അപ്പോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്ത വസ്ത്രങ്ങൾ കൊടുക്കുന്നത്, വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നത്, വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നത് അല്ലെ. ഇപ്പൊ കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ കാറ് ഒക്കെ പോലെയുള്ള കളിപ്പാട്ടങ്ങൾ, വാഹനങ്ങളൊക്കെയാണ് കളിപ്പാട്ടങ്ങളായിട്ട് കൊടുക്കുന്നത്. പെൺകുട്ടികൾക്കാണെങ്കിൽ പാവകള്, ഭക്ഷണം പാകം ചെയ്യാനുള്ള കിച്ചൺ സെറ്റുകള്, ഇതൊക്കെയാണ് നമ്മൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് അവരിൽ ഒരു ജെൻഡർ എന്ന ആ ഒരു വ്യത്യാസം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവരിലേക്ക് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നത് പെൺകുട്ടികൾക്ക് ഈ ഹോംലി അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഡ്യൂട്ടീസ് ഏൽപ്പിക്കുന്നു. ആൺകുട്ടികളെ കടയിൽ പോകാനും അങ്ങനെയുള്ള ഡ്യൂട്ടികൾ ആൺകുട്ടികളെ ഏൽപ്പിക്കുന്നു. ഇത് ചില കായികമായിട്ട് കുറച്ച് അധ്വാനമുള്ള ജോലികൾ ആൺകുട്ടികളെ ഏൽപ്പിക്കുന്നു, കായികമായിട്ട് അധ്വാനം കുറഞ്ഞ ജോലികൾ പെൺകുട്ടികളെ ഏൽപ്പിക്കുന്നു. ഇതെല്ലാം തന്നെ എന്താണ്, നമ്മൾ ഈ പറഞ്ഞ ജെൻഡർ സോഷ്യലൈസേഷന്റെ കുടുംബം വഹിക്കുന്ന പങ്കാണ്. ദെൻ സ്കൂളാണ്. അധ്യാപകർക്കും പാഠപുസ്തകങ്ങൾക്കും സിലബസിനും ഒക്കെ തന്നെ ജെൻഡർ സോഷ്യലൈസേഷനിൽ നല്ല റോളുണ്ട്. ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആൺകുട്ടികൾ എവിടെ ഇരിക്കുന്നു, പെൺകുട്ടികൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളതൊക്കെ തന്നെ ഇങ്ങനെ പ്രകാരം രൂപീകരിക്കപ്പെടുന്നു. അത് ആ ഒരു കുട്ടികളിൽ ഞാനാണ് അല്ലെങ്കിൽ ഞാൻ പെണ്ണാണ്, ഞാൻ ഇങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ചിന്ത രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട്. സിനിമയ്ക്കും മാധ്യമങ്ങൾക്കും സോഷ്യൽ മീഡിയയ്ക്കും ഒക്കെ ഇതിൽ നല്ല പങ്കുണ്ട്. അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെയുള്ള സ്വാധീനങ്ങൾ ഇതിൽ ചെലുത്താറുണ്ട്. ഇനി മതത്തിനും സംസ്കാരത്തിനും വലിയ പങ്ക് ഈ ഒരു മേഖലയിലുണ്ട്. മതങ്ങള് സ്ത്രീ എന്ത് ചെയ്യണമെന്നും പുരുഷൻ എന്ത് ചെയ്യണമെന്നും ഒരു ഏത് മതത്തിലാണ്, ഇപ്പൊ ഒരു ഹിന്ദു സ്ത്രീ അല്ലെങ്കിൽ ഒരു മുസ്ലിം സ്ത്രീ അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ സ്ത്രീ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ആ മതത്തിന് കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങള് അല്ലെങ്കിൽ ടീച്ചിങ്സ് അതിലെ ഫോളോവേഴ്സിന് ഡിസൈപ്പിൾസിന് കൊടുക്കുന്നുണ്ട്. ഒരു ആണ് ഒരു ഹിന്ദു
പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു മുസ്ലിം പുരുഷൻ എങ്ങനെയായിരിക്കണം, ഒരു ക്രിസ്ത്യൻ പുരുഷൻ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ടീച്ചിങ്സ് ആ മതത്തിൽപ്പെട്ട ഡിസൈപ്പിൾസിന് അവര് നൽകുന്നുണ്ട്. അത് മതപരമായിട്ടുള്ള സ്വാധീനം ഇങ്ങനെയാണ്. ഇനി മറ്റൊന്നാണ് കൂട്ടുകാര്, പിയർ ഗ്രൂപ്പ്സ്. സമവയസ്കരുടെ സംഘത്തിൽ നിന്നും നമ്മൾ ആണായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറണം, പെണ്ണായതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു കാര്യങ്ങൾ കുട്ടിയായിരിക്കുന്നത് മുതലേ നമ്മൾ ആർജിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ജെൻഡർ സോഷ്യലൈസേഷന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സ്ത്രീ പുരുഷ സ്വത്വം, ഒരു ഐഡന്റിറ്റി, ജെൻഡർ ഐഡന്റിറ്റി നമ്മളിൽ രൂപപ്പെട്ടു വരുന്നത്, അതുപോലെ സൊസൈറ്റി നമ്മളിൽ നിന്ന് എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നമ്മൾ സ്വീകരിക്കും, അങ്ങനെ പെരുമാറാനായിട്ട് നമ്മൾ പഠിക്കുന്നു. ചിലപ്പോൾ ലിംഗവിവേചനവും അസമത്വം ഒക്കെ ശക്തിപ്പെടുത്താനും ഇത്തരം ടീച്ചിങ്സ് കാരണമാവാറുണ്ട്. ഇനി ജെൻഡർ റോൾസും ജെൻഡർ സോഷ്യലൈസേഷനും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത്, ജെൻഡർ സോഷ്യലൈസേഷൻ ആ വേഷങ്ങളെ അല്ലെങ്കിൽ അവരുടെ റോളുകളെ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട് അല്ലെ. ജെൻഡർ സോഷ്യലൈസേഷനും ജെൻഡർ റോള് നമ്മൾ രണ്ടും വേർപെടുത്തി പഠിക്കേണ്ട ഒന്നേ അല്ല. ജെൻഡർ റോള് എങ്ങനെയാണ്, എന്താണ് എന്റെ ജെൻഡർ റോൾ എന്ന് കുട്ടി പഠിച്ചെടുക്കുന്ന പ്രക്രിയ തന്നെയാണ് എന്ത് ജെൻഡർ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെ. അതുകൊണ്ട് ജെൻഡർ സോഷ്യലൈസേഷൻ വഴിയാണ് ജെൻഡർ റോളുകൾ നമ്മൾ പഠിച്ചെടുക്കുന്നത് എന്ന് ഏറ്റവും ലളിതമായിട്ട് പഠിച്ചു വെക്കും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള 2 പോയിന്റുകളാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ തന്നെ ജെൻഡർ പെർഫോമാറ്റിവിറ്റി. അപ്പൊ ഇവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ജെൻഡറിൽ ജനിച്ചതിന്റെ പേരിൽ നമുക്ക് ലഭിക്കുന്ന താണ പരിഗണന, അതിനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ജെൻഡർ ഡിസ്ക്രിമിനേഷൻ കുടുംബത്തിൽ നിന്ന്, തൊഴിലിടത്ത് നിന്ന്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന്, എല്ലാം തന്നെ സൊസൈറ്റിയിൽ നിന്ന് പൊതുവെ തന്നെ നമുക്ക് ഈ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കേണ്ടതായി വരാറുണ്ട്. അതായത് സ്ത്രീ ആയതിന്റെ പേരിൽ പുരുഷന്മാർക്ക് ലഭിക്കുന്ന പരിഗണനകളെ പുരുഷന്മാരെക്കാളും താഴ്ന്ന പരിഗണന ലഭിക്കുന്നത്, അതുപോലെ പുരുഷനായതിന്റെ പേര് സ്ത്രീകളെക്കാളും താഴ്ന്ന പരിഗണന ലഭിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു ജെൻഡറിൽ പെട്ടവർക്ക് സ്ത്രീകളിൽ നിന്നോ പുരുഷന്മാരിൽ നിന്നോ താഴ്ന്ന പരിഗണന ലഭിക്കുന്നത്, ഇതിനെല്ലാം തന്നെ നമ്മൾ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും. അപ്പൊ ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷന് നമുക്ക് കുടുംബത്തിൽ നിന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും വ്യത്യസ്ത പരിഗണന കൊടുക്കുന്നതിനെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് അവഗണന നേരിടുന്ന അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്ന വിഭാഗങ്ങൾ എന്ന് പറയുന്നത് സ്ത്രീകളും ഭിന്നലിംഗക്കാരും തന്നെയാണ്.